മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണിയുടെ അടുത്തോട്ട് പോകാൻ ഒരുങ്ങുന്ന കരുണയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നല്ല രീതിക്ക് തന്നെ വളർത്താനായിട്ട് ശ്രമിക്കണം. യാതൊരുവിധ ശത്രുതയില്ലാതെ വേണം നമ്മളുടെ കുട്ടികളെ എല്ലാവരെയും വളർത്താൻ. എന്നാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം അവരുടെ സന്തോഷകരമായിട്ടുണ്ടാവുള്ളൂ എന്നെല്ലാം പറയുന്നത് കേട്ട് നമ്മുടെ കരുണയാണെങ്കിൽ അങ്ങനെ അതെല്ലാം കേട്ടുകൊണ്ട് തന്നെ നിൽക്കുന്നു. നീ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്റെ കുഞ്ഞിനെ വളർത്തരുതെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു കണ്ണൻ. സ്വത്തിനും പണത്തിനും മാത്രം മുൻതൂക്കം നൽകി ഒരിക്കലും കുഞ്ഞുങ്ങളെ വളർത്തതെന്നെല്ലാം കണ്ണൻ പറഞ്ഞു കൊടുക്കുന്നു. ഇതെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നതെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, നീ ആരോടാണ് കണ്ണ ഈ പറയുന്നത്? ഇവളോട് ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യമില്ല എന്ന് പറയുന്നു. അതേസമയം ഉണ്ണിക്ക് കൂട്ട് നിൻ്റെ അച്ഛനുണ്ടല്ലോ എന്നെല്ലാം മഹി ചോദിക്കുന്നുണ്ട് കരുണയോട്. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, എനിക്കെൻ്റെ അച്ഛനെ ഓർത്തിട്ടാണ് വിഷമം. അച്ഛനാണെങ്കിൽ ഇനി ജയിലിലോട്ട് തന്നെ പോകേണ്ടി വരുമെന്നുള്ളൊരു ചെറിയ പേടിയുണ്ടെന്ന് പറയുന്നു. ദുർഗ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെ കൊന്ന് അവനെ പിന്നെ ജയിലിൽ ഇടാതെ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ്. നിന്നോട് ക്ഷമിച്ചതുപോലെ നിൻ്റെ അച്ഛനോടും അമ്മാവനോട് ക്ഷമിക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അവർക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഞാൻ എല്ലാ ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കുമെന്നെല്ലാം കണ്ണൻ പറയുന്നു. ഇത് കേട്ട് കരുണയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. പിന്നീട് കരുണയോട് മഹി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഛർദിലും മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഉണ്ണിയാണെങ്കിൽ കാലൊടിഞ്ഞിരിക്കുന്നത് കൊണ്ട് നിനക്ക് ഹോസ്പിറ്റലിൽ പോകാവുന്ന സമയങ്ങളെല്ലാം നീ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അതിൻ്റെതായ സമയത്ത് ഞാൻ മുത്തശ്ശിയും കൂട്ടി പോകുന്നുണ്ടെന്നെല്ലാം കരുണ മഹിയോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കരുണ പോയതിനു ശേഷം ദുർഗ പറയുന്നുണ്ട്, നീ അവളോട് ഒരുപാട് സ്നേഹമൊന്നും കാണിക്കണ്ട. അവളോട് സ്നേഹം കൂടുതൽ കാണിക്കുമ്പോഴേക്കും അവൾ നമ്മളെ തിരിഞ്ഞു ഒത്തുക തന്നെ ചെയ്യും. അതാണ് അവളുടെ സ്വഭാവമെന്നെല്ലാം ദുർഗ മഹിയോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കല്ല് തുള്ളിക്കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തുകയാണ് കരുണയാണെങ്കിൽ പ്രതാപനെ കാണുന്നതും വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. അച്ഛൻ ഒരുപാട് ആളുകൾക്ക് വെറുതെ പൈസ പിറക്കി കൊടുക്കുന്നതാണ്, ഒരു കാര്യവും നടക്കില്ല. വീട്ടിലാണെങ്കിൽ ആ മഹിയും കണ്ണനും കൂടെ വന്നതിന് ശേഷം അവരുടെ കുഞ്ഞിനെ താലോചിച്ചിരിക്കുന്ന എൻ്റെ അമ്മായിയമ്മയാണ് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത്. എൻ്റെ സമനില തെറ്റിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് ആകെ വല്ലാത്ത സങ്കടത്തിലാകെയാണ് നമ്മുടെ പ്രതാപൻ. അതേസമയം ഉണ്ണി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെ കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും കണക്കാണ്, എൻ്റെ ഭർത്താവും കണക്കാണെന്നെല്ലാം കരുണ പറയുന്നുണ്ട്. ആ ജാനമ്മ കുഞ്ഞിന് വിഷമൊന്നും കൊടുത്തു കാണില്ല, അതുകൊണ്ടാണല്ലോ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരിക്കുന്നതെന്നെല്ലാം കരുണ പറയുമ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, ശരിയാണ്, അത് തന്നെയായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും കുഞ്ഞിനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നതെന്നെല്ലാം പ്രതാപം ചോദിക്കുമ്പോൾ അത് അച്ഛൻ തന്നെ നേരിട്ട് പോയി ചോദിക്കുക, എൻ്റെ സമനില തെറ്റി നിൽക്കുകയാണെന്നെല്ലാം കരുണ പറയുന്നു. പിന്നീട് മഞ്ജുവിനെ ഫോൺ ചെയ്യുകയാണ് ലേഖയുടെ ഫോൺ കാണുമ്പോഴേക്കും മഞ്ജു ആണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. എന്നിട്ട് ലേഖ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും കൂടെ കുഞ്ഞിനെയും കൊണ്ട് കമലേശ്വരത്തോട്ട് പോയിട്ടുണ്ട്. എനിക്കൊരു പരിധിയിൽ വിട്ട ഒരു കാര്യവും പറയാനായിട്ട് സാധിക്കില്ല മഞ്ജു, അതുകൊണ്ട് ഒരു സമാധാനവുമില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഏട്ടത്തിക്കും ഏട്ടനും ഇത് എന്തിൻ്റെ കേടാണ്? ആ ദുഷ്ടന്മാരുള്ള സ്ഥലത്തോട്ട് കൊണ്ടുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഞാനിനി ഇതറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമായിട്ടിരിക്കാനും കഴിയില്ല. ഞാൻ അവിടെ പോയി അതെല്ലാം അന്വേഷിച്ചിട്ട് വരാമെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ലേഖയ്ക്ക് ആണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് ഏട്ടത്തിയും ഏട്ടനും കമലേശ്വരത്ത് വന്നിട്ടുള്ള കാര്യം തന്നെ സാഗറിനോടായിട്ട് പറയുന്നു. സാഗർ പറയുന്നുണ്ട്, അവരവരുടെ കുഞ്ഞിനെയും കൊണ്ട് പിന്നെ അവിടെയല്ലേ നിൽക്കേണ്ടത്, പക്ഷേ എല്ലാ ശത്രുക്കളും ഇപ്പോൾ തോമസ് വൈദ്യൻ്റെ വീട്ടിലുണ്ട്. ആ മേഘനാണ് ഇതിലേറ്റവും കൂടുതൽ കരിമൂർഖനായിരിക്കുന്നത്. അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയില്ല എന്നെല്ലാം പറയുമ്പോഴേക്കും ഇനി നമ്മളോടുള്ള സമീപനം അവൻ്റെ വേറെ രീതിയിലാണെങ്കിൽ മാർക്കോ അവനെ ജീവനോടുകൂടി കത്തിക്കും എന്നല്ലേ സാഗറേട്ടനോട് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ ചെയ്യുമെന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് കണ്ണനും മഹിയും കമലേശ്വരത്തോട്ട് പോയ കാര്യം മഞ്ജുവിനോട് വിളിച്ചു പറഞ്ഞ ലേഖയെ വഴക്ക് പറയാണ് അനന്തു. നീ എന്തിനാണ് ലേഖ ഇതുപോലത്തെ പണിയെല്ലാം ചെയ്തത്? ഇനി മഞ്ജു ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വഴക്കുണ്ടാക്കുക തന്നെ ചെയ്യില്ലേ? നമ്മൾ എന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇങ്ങനെ വല്ലാതെ ഇടപെടുന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് അനന്തു ആണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് ലേഖയോട്. അപ്പോൾ കുഞ്ഞ് പോയതിന് അനന്തുവേട്ടന് ഒട്ടും സങ്കടമില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സങ്കടമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ നമ്മളതെല്ലാം പ്രകടിപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട് ലേഖേ, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ നിന്നോട് പറഞ്ഞതെല്ലാം. നീ ഇനിയെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് മനസ്സിലാക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലേഖയോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനന്തു. പിന്നീട് മഞ്ജു ആണെങ്കിൽ ലേഖ പറഞ്ഞതനുസരിച്ച് കമലേശ്വരത്ത് എത്തുന്ന മഞ്ജു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ദുർഗയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലുകയാണ് മഞ്ജു. കുഞ്ഞിനെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന ദുർഗയുടെ അടുത്തു നിന്നും കുഞ്ഞിനെ വലിച്ചെടുത്തുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളോട് ആര് പറഞ്ഞ് ഈ കുഞ്ഞിനെ എടുക്കാൻ? നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞിനെ എടുക്കുന്നത്? നിങ്ങൾക്കതിൻ്റെ അവകാശമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു വഴക്ക് പറയുന്നത് കേട്ട്
കണ്ണനും മഹിയും അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണനും മഹിക്കും ഇത് കേൾക്കുമ്പോഴേക്കും വളരെ സങ്കടമാകുന്നുണ്ട്. എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഇവിടെ താമസിപ്പിക്കാൻ പറ്റാത്തവരെ ഇവിടെ താമസിപ്പിക്കുക ചെയ്യരുത്. അവരെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്താക്കണമെന്നെല്ലാം പറയുമ്പോഴേക്കും ദുർഗയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴേക്കും വളരെ സങ്കടമാകുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെയല്ലേ അമ്മയെ സംശയിക്കുന്നത്? നീ മാറിയതുപോലെ തന്നെ അമ്മയും മാറിയിട്ടുണ്ടെന്ന് പൂർണ്ണ ബോധമുള്ളത് കൊണ്ടാണ് ഞാൻ അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നീ ഒരിക്കലും അമ്മയെ ഇങ്ങനെ തള്ളിപ്പറയരുതെന്നെല്ലാം മഞ്ജുവിനോടായിട്ട് പറയുന്നു. പിന്നീട് ഉണ്ണിയുടെ കാലിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ കുറഞ്ഞതിന് ശേഷം തോമസ് വൈദ്യൻ്റെ അടുത്ത് നിന്ന് ഡിസ്ചാർജായി പോവുകയാണ് ഉണ്ണി. അതേസമയം മേഘനാഥനും അവിടെ നിന്നും ഡിസ്ചാർജായി പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ വെച്ച് കൂട്ടിമുട്ടി കാണുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളെല്ലാം തന്നെ ഇനി നടത്തണം. ഇനി മേഘേട്ടൻ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാവുള്ളൂ എന്നല്ല ഉണ്ണി പറയുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ വീണ്ടും ജാനമ്മയെ വന്ന് കാണുന്നുണ്ട്. എന്നിട്ട് ജാനമ്മയുടെ മകൻ്റെ അവസ്ഥയെക്കുറിച്ചെല്ലാം ജാനമ്മ പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, അതിനൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ മകൻ്റെ ജീവനാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ ആ ഒരു ജീവൻ രക്ഷപ്പെടണമെങ്കിൽ വേറൊരു ജീവൻ എടുത്തേ പറ്റൂ. അത് നിങ്ങൾ ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ നിങ്ങളുടെ മകൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്നെല്ലാം പറയുന്നത് കേട്ട ജാനമ്മയാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അത് നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങളെ കൊണ്ടത് പറ്റും. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും ജാനമ്മയെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ് പ്രതാപൻ. ഇത് കേട്ട് ആകെ വല്ലാത്തൊരു അസ്വസ്ഥതയിൽ തന്നെ നിൽക്കുകയാണ് ജാനമ്മ. അങ്ങനെ വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.